PSC അംഗങ്ങളുടെ യോഗ്യത എന്താണ്? PSC അംഗങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം എന്നതിലപ്പുറം ഒരു യോഗ്യതയുമില്ല. അവർക്ക് ഈ ഇരട്ടിയിലധികം തുക കിട്ടുന്നു. അവർക്ക് ചികിത്സ, അവരുടെ ബന്ധുക്കൾക്ക് ചികിത്സ, വാഹനം, എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നു. ഇനി പെൻഷൻ കിട്ടുന്നത് 2 വർഷം PSC അംഗമായി നിന്ന് കഴിഞ്ഞാൽ തന്നെ പെൻഷൻ യോഗ്യതയായി. അപ്പോൾ ഇതെല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കാൻ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും കഴിയുന്നു എന്ന് വരുമ്പോൾ സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഈ തൊഴിലാളികൾ തെരുവിൽ നിന്ന് സമരം ചെയ്യുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുക, അത് 13-ാം ദിവസത്തിലേക്ക് എത്തിക്കുക, അവിടേക്ക് പ്രതിപക്ഷം എത്തുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ഗൂഢാലോചനയാണെന്ന് പറയുക, ഇതൊന്നും ശരിയായ സമീപനമല്ല. പ്രത്യേകിച്ച് ഒരു CPM-നെ പോലുള്ളൊരു പാർട്ടി ഭരിക്കുന്ന കാലത്ത് ഈ സമരം മുന്നോട്ട് പോകുന്നത് തടയേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഇൻസെൻറ്റീവ് കിട്ടുന്നില്ലെങ്കിൽ ആ ഇൻസെൻറ്റീവ് മേടിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യം ഇവിടുത്തെ ആരോഗ്യമന്ത്രിയാണ് ചെയ്യേണ്ടത്. ഇവിടേക്ക് വരുന്ന ബൾക്കായി വരുന്ന തുക എന്ന് നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കേണ്ടേ, അതിൽ നിന്നും ഈ ആശാവർക്കർമാർക്ക് കൊടുക്കേണ്ട തുക എന്തുകൊണ്ട് അത് ആദ്യ പ്രയോറിറ്റി ആകുന്നില്ല? അപ്പോൾ ആ പ്രയോറിറ്റി എവിടേക്കാണ് പോകുന്നത്? സർക്കാരിനെ സംബന്ധിച്ച് ആകെ ഇപ്പോൾ ആ തുകയുമായി ബന്ധപ്പെട്ടല്ല, സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്തെന്നിപ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്ന തീരുമാനങ്ങളാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്മേൽ ഒരു പ്രതികരണം നടത്താതെ ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് മാത്രം അത് കുത്തിയിളക്കിയുള്ള സമരം എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നലെ കോഴിക്കോട് നടന്ന സമരം ഭിക്ഷയാഴ്ചകൊണ്ടുള്ള സമരമാണ് അവർ ഇന്നലെ നടത്തിയത്.